ഓടിയോ ഓടിയോ ഓയ് ഓടിയോ ഓയ് ഓടിയോ ഓടിയോ ഓയ് ഓടിയോ ഓടിയോ കക്കൂസ് മാലിന്യം ഒഴുക്കിയിട്ട് വണ്ടി പോകാൻ പറ്റാത്ത വിധം ടയർ ഒരു കുഴിയിൽ അകപ്പെട്ടിരിക്കുകയായിരുന്നു. കാട്ടാക്കടയിൽ ടാങ്കറിൽ സെപ്റ്റിക് ടാങ്ക് മാലിന്യം എത്തിച്ചു. നാട്ടുകാർ കണ്ടതിനെ തുടർന്ന് വാഹനത്തിൽ ഉണ്ടായിരുന്നവർ ഓടി രക്ഷപ്പെട്ടു. കാട്ടാക്കട ചെട്ടിക്കോണം വാർഡിൽ സെപ്റ്റിക് ടാങ്ക് മാലിന്യം തോട്ടിലൊഴുക്കുകയായിരുന്നു. സമീപത്ത് റബ്ബർ പാലെടുക്കാൻ വന്നയാൾ ശബ്ദം കേട്ട നാട്ടുകാരെ വിവരമറിയിക്കുകയായിരുന്നു. നാട്ടുകാർ വരുന്നത് കണ്ട വാഹനം മുന്നോട്ടെടുക്കുന്നതിനിടയിൽ വാഹനം കുഴിയിൽ വീണു. ടാങ്കറിൽ ഉണ്ടായിരുന്ന 3 പേരും ഓടി രക്ഷപ്പെടുകയായിരുന്നു. വാർഡ് മെമ്പർ ശാലിനിയുടെ നേതൃത്വത്തിൽ നാട്ടുകാർ ഓടിയെത്തി. 6 മാസത്തിനു മുൻപും സമാനമായ രീതിയിൽ ഇവിടെ സംഭവം ഉണ്ടായതായാണ് പ്രദേശവാസികൾ പറയുന്നത്. ഇന്ന് രാവിലെ 2:45 എനിക്കൊരു കോൾ വന്നു. അപ്പം കോൾ അറ്റൻഡ് ചെയ്തപ്പോൾ അനൂപാണ് വിളിച്ചത്. ചേച്ചി, പതിവ് പോലെ നമ്മുടെ ചെട്ടിക്കോണത്ത് കക്കൂസ് മാലിന്യം ഒഴുക്കാൻ വേണ്ടിയിട്ട് വണ്ടി വന്നിട്ടുണ്ട്, ഞങ്ങൾ പിടിച്ചിട്ടുണ്ട്, മെമ്പർ എത്തണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 3 മണി ആവുന്നതിന് മുന്നേ തന്നെ ഞാനിവിടെ എത്തിയപ്പം കണ്ടതാണ് കക്കൂസ് മാലിന്യം ഒഴുക്കിയിട്ട് വണ്ടി പോകാൻ പറ്റാത്ത വിധം ടയർ ഒരു കുഴിയിൽ അകപ്പെട്ടിരിക്കുകയായിരുന്നു. ഇതുവരെ സ്ഥിരം ചെയ്യുന്നതാണ്. ഏതാണ്ട് 2 വർഷം കൊണ്ട് ഈ പ്രദേശത്ത് കക്കൂസ് മാലിന്യം കൊണ്ട് ഒഴുക്കുകയും നമ്മൾ പരാതിപ്പെട്ടിട്ടും ഈ വണ്ടി പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇന്ന് 2:30 ഇവിടെ മരം വെട്ടാൻ വന്ന ഒരു പ്രമോദ് എന്ന് പറയുന്ന വ്യക്തിയാണ് കണ്ടത്. ഇപ്പൊ വാഹനത്തിൽ 3 പേരുണ്ടായിരുന്നു. അപ്പൊ ഈ വാഹനം പിടിക്കാൻ വേണ്ടിയിട്ട് അവര് നാട്ടുകാരെയൊക്കെ വിളിച്ച് വന്നപ്പോഴീ 3 പേര് ഓടി, താക്കോലും എടുത്തുകൊണ്ടാണ് ഓടിയത്. അപ്പൊ വണ്ടി ഇപ്പൊ ക്രെയിൻ വന്ന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ്. 2:45 തന്നെ പോലീസ് എത്തി. അവരുടെ നടപടികളെല്ലാം ചെയ്തു. നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. 2:45 തൊട്ട് ഈ സമയം വരെയും പോലീസ് ഈ സ്ഥലത്ത് ഉണ്ടായിരുന്നു. ചെട്ടിക്കോണം അംഗൻവാടിക്ക് സമീപത്തെ തോട്ടിലാണ് മാലിന്യം ഒഴുക്കിയത്. കഴിഞ്ഞ ദിവസം രാവിലെ 3 മണിയോടെയായിരുന്നു സംഭവം. ഇതിനു മുൻപും ഈ വാഹനം കാട്ടാക്കടയിൽ ദേവി ഓഡിറ്റോറിയത്തിന് മുന്നിൽ മാലിന്യം ഒഴുക്കിയതായി വാർഡ് മെമ്പർ പറയുന്നു. 2 വർഷമായി ഈ പ്രദേശങ്ങളിൽ മാലിന്യം തട്ടുന്നതായി പരാതിയും നിലനിൽക്കുന്നുണ്ട്. ഇതിനെതിരെ പഞ്ചായത്തിൽ പരാതിയും ലഭിച്ചിട്ടുണ്ട്. ഇതിനൊരു ശക്തമായ നടപടിയെടുക്കണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. വിസ്മയ ന്യൂസ്, തിരുവനന്തപുരം.